ഒരു മെസ്സായി കിടക്കുന്ന ഒരു വാർഡ്രോബാണിത്. ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷേ സമയം കിട്ടാറില്ല. എന്തായാലും അറേഞ്ച് ചെയ്തേ പറ്റൂ. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകാൻ നിൽക്കുക, ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണ് എന്തൊക്കെയെന്ന് അറിയാതെ ഒരു ടൈം ഇതിൽ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീനാക്കി വെക്കാം. കുറേ ഒഴിഞ്ഞ ബോട്ടിൽസ് ഉണ്ട്, കുറേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്, കുറേ പണ്ടെപ്പോഴോ വാങ്ങി വെച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൈം നമുക്ക് കുറേ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ. ഇതൊരു ടിൻ്റാണ്. അപ്പോൾ ഇത് ചീക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പിങ്ക് കളറാവും. ഇതും ഒരു ലിപ് ടിൻ്റാണ്, ലിപ് ബാം ടിൻ്റാണ് കേട്ടോ. പിന്നെ ഇത് ഗ്ലൂട്ടാതയോൺ ചിക് ന്യൂട്രീസിൻ്റെ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ ഒഴിഞ്ഞ ബോട്ടിലാണ്. ഇത് ഡോക്ടർ രാശിയുടെ വൈറ്റമിൻ സി ഐസിറാണ്. ഇതത്ര നല്ല റിസൾട്ടായിരുന്നില്ല എനിക്ക് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ സ്കിന്നാണ്, ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടും, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല. ഇതൊരു അടിപൊളി ലിപ് ഗ്ലോസാണ്. മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആൻഡ് ഹിമാലയയുടെ മോയ്സ്ചറൈസ് ക്രീമാണ്. സ്കിന്ന് നല്ല ഡ്രൈ ആയവർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇത് ഞാനൊരു മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 145 റുപ്പീസിന് 2 ബാംഗിൾസ്. നല്ല ഓഫറായിരുന്നു. ആ ഓഫർ കണ്ടുകൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാനധികം ബാംഗിൾസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ആകെ ഈ 2 ബാംഗിൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇയറിങ്സും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ഇതും മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. 85 രൂപയാണതിന്. നല്ല ഭംഗി തോന്നിയപ്പോൾ ഇങ്ങനെ വാങ്ങി വെച്ച ഒരു കളക്ഷനാണത്. അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ വാങ്ങി ഇട്ട് നോക്കി. ഇട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും പുറത്തിട്ടിട്ടില്ല. ഞാനങ്ങനെ ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടം, പക്ഷേ ഭംഗി കണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ ലിപ്സ്റ്റിക്സാണ്. എൻ്റെ ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്, കാരണം ഞാൻ നല്ലതുപോലെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ആളാണ്. ഇതൊരു ഐബ്രോ ടാറ്റു ആണ് കേട്ടോ. നമുക്കിത് ഇട്ടിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. ഒരു അടിപൊളി സാധനമാണത്. പിന്നെ സെബാമെഡിൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീമാണിത്. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയതാണ്. പിന്നെ ഇത് ടൈറ്റാനിക് ക്ലിപ്പ് തന്നെയാണിത് പറയാൻ തോന്നുന്നു. ഇത് പണ്ടിങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണിത്. പിന്നെ ഇത് ഫിറ്റ്മിയുടെ ഐലൈനറാണ് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ല. ഇത് നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിയ ഐഷാഡോ പാലറ്റാണ്. ഈ ഒരു ഐഷാഡോ പാലറ്റ് മാത്രമേ എനിക്കുള്ളൂ, വേറെ കളേഴ്സ് ഒന്നുമില്ല. ഞാൻ നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടാൽ അറിയാം. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്, കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടും ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കും തരുന്നൊരു ഐലൈനറായി തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഷാർപ്നർ ഇല്ലാത്ത ഒരു ലിപ്പ് ലൈനറാണ്. ഷാർപ്നർ ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് പറ്റിയ ഷാർപ്നർ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. റിനിയുടെ ഷാർപ്നർ വാങ്ങിച്ച് നോക്കി, പക്ഷേ അതും അതിന് മാച്ച് ആവുന്നില്ല. പിന്നെ റിനിയുടെ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 9 ഷെയ്ഡ്സ് വരുന്നത്. 699 ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞതും ഉപയോഗിക്കാത്തതൊക്കെ ഇവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത 2 കളേഴ്സായിരുന്നു. ഇത് റിനിയുടെ ഐബ്രോ പെൻസിലല്ല, കാജലായിരുന്നു. ഭയങ്കര വൈറലായിരുന്നു, ബട്ട് എനിക്ക് വെറും വേസ്റ്റായിരുന്നു. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമായിരുന്നു എൻ്റെ മോനെ. എനിക്കത് വർത്തായിരുന്നില്ല. ഇത് ബ്ലൂ ലേഡിയുടെ പെർഫ്യൂം 10% നയാസിനമിഡിൻ്റെ ഫേസ് സിറാണ്, ഡെർമോക്കോണിൻ്റെ അടിപൊളി സിറാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു പ്രൈമറാണ് കേട്ടോ, സെറ്റിംഗ് പ്രൈമറാണ്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പുതിയതാണത്. ഇത് നൈബയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. യൂസ് ചെയ്ത് കഴിഞ്ഞ ബോട്ടിലാണ്. നല്ലൊരു സ്പ്രേ ആയിരുന്നു. മേക്കപ്പ് നല്ലോണം സെറ്റ് ആണ്. ഇത് ഐബ്രോ പെൻസിലുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന ഒരു ഐബ്രോ പെന്നില്ലേ, ഐബ്രോസ് ശരിക്കും വരുന്ന അങ്ങനത്തെ ഒരു പെന്നാണ് കേട്ടോ. അടിപൊളിയാണത്. നല്ലതുപോലെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നും. പിന്നെ എൻ്റെ അങ്ങനെയുള്ളൊരു ഐ ഷാഡോ ബ്രഷാണിത്. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ നമ്മുടെ മഴത്തുള്ളി പൊട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തൊടാറുണ്ട്. ഇത് പിന്നെ മസ്കാരോ. ഇതൊരു ചീപ്പ് ബ്രാൻഡാണ്, അങ്ങനെ നല്ല ബ്രാൻഡല്ല, പക്ഷെ നല്ലപോലെ ഇതാവും. ഇതൊന്ന് സ്ട്രോക്ക് ക്രീം അറിയില്ലേ, ഭയങ്കര വൈറലായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഫേസ് കാനഡയുടെ, പക്ഷേ എനിക്ക് ഭയങ്കര വേസ്റ്റായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല. ഇത് പൊട്ടിപ്പോവുകയും ചെയ്തു അതിൻ്റെ മൂടി. അങ്ങനെ പിന്നെ ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ബ്യൂട്ടി സിറ്റി എന്ന് പറയുന്ന മാറ്റ് ക്രീമാണ്. SPF 45 വരുന്ന ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫ്. അടിപൊളിയാണ്. ഒരിത്തിരി മുഖത്ത് തൊട്ടാൽ മതി, മുഖത്തിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. പിന്നെ ഫിറ്റ്മിയുടെ ഇതെൻ്റെ ഫേസിന് യൂസ്ഫുള്ളല്ല, കാരണം ഈ ഒരു കളർ ടോൺ അല്ല എൻ്റെത്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ ഹോൾഡായി വെച്ചിരിക്കുകയാണ്. മാച്ച് ആവാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിങ്ങനെ ഉണ്ട് കയ്യിൽ. പിന്നെ ഇതൊക്കെ ലിപ്സ്റ്റിക് മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ടിൻ്റായിട്ടുള്ള ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരു ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈവനിങ് വരെ നിൽക്കും. ഒരടിപൊളി. ഞാൻ ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ലിപ്സ്റ്റിക്സൊക്കെ. പിന്നെ
ഇത് ഹുഡാ ബ്യൂട്ടിയുടെ കേട്ടോ, ഒരു അടിപൊളി ഷെയ്ഡാണ്. അങ്ങനെയൊക്കെ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡാർക്ക് ഷെയ്ഡ്സ് വളരെയധികം യൂസ് ചെയ്യും. ഞാൻ റെഡ് കളർ, ഡാർക്ക് റെഡ് കളർ വരെ ഞാൻ യൂസ് ചെയ്യും. എനിക്ക് നല്ല തൊലിക്കെട്ടിയാണ് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഇട്ട് പുറത്ത് പോകാൻ. ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ ഡാർക്ക് ഷെയ്ഡ്സാണ് കൂടുതലും സെലക്ട് ചെയ്യാറ്. പിന്നെ ഇത് ഏക് ചുട്കി സിന്ദൂർ, ഇത് പിന്നെ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, സെബാമെഡിൻ്റെ തന്നെ ലിപ് ബാമാണ്. ഇത് ഫേസ് കാനഡ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഡാർക്ക് റെഡ് തന്നെയാണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ മാക്കിൻ്റെ ഐലൈനർ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യാറില്ല, എന്താണെന്നറിയില്ല. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടല്ല. എനിക്ക് വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ വാങ്ങി പോകുന്നതാണ് അറിയാം. ഇത് ലാക്മേയുടെ അടിപൊളി ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡാണ്. ഒരു ജസ്റ്റ് ഒരു ലൈൻ തന്നെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ ഇതേ ഒരു നെയിൽ പോളിഷ്, ലിപ് ടിൻറ്റ്, ചീക്ക് ടിൻറ്റ്, സെയിം രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ കഴിഞ്ഞു പോയൊരു പൊട്ടിൻ്റെ കൂട്. പിന്നെ ഇതൊരു കാജലാണ് കേട്ടോ, ഇതിൻ്റെ കളറ് കണ്ടു വാങ്ങിയതാണ്, ബട്ട് പൊട്ട കാജലാണ്, ഒരു യൂസും ഇല്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇത് ബ്ലഷ്, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി ഫേസിൽ, നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ അത്. ഇത് ക്യൂവിയുടെ ലിപ് ബാം, അടിപൊളി ലിപ് ബാമാണ്. എല്ലാ പിഗ്മെൻറ്റഡ് ലിപ്പാരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ബാമാണ് കേട്ടോ അത്. ഇത് മാമാർത്തിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡായിരുന്നു കേട്ടോ, കഴിഞ്ഞു അത്. പിന്നെ ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച കാജൽ, ഇതും നല്ല കാജലായിരുന്നു, ഇതും കഴിഞ്ഞു. എന്നാലും അതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചത്, ഞാൻ സ്റ്റുഡിയോ എന്നാണ് കൂടുതലും നെയിൽ പോളിഷ് വാങ്ങിക്കാറ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് TG Foreverൻ്റെ ബ്ലഷ് തന്നെയാണ്, അടിപൊളി ബ്ലഷാണ്. നമ്മളൊരു ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, കുറേ നേരം നിൽക്കും. ഇതിപ്പോൾ അറിയാമല്ലോ, ക്ലീനപ്പ് ചെയ്യുന്നത് ഫേഷ്യലിന് അങ്ങനെ എന്തൊക്കെയോ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് ഷെയ്ഡ്സ്. ഞാൻ നെയിൽ പോളിഷ് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളാണ്, ബട്ട് ഡാർക്ക് കളേഴ്സ് വളരെ കുറവാണ് യൂസ് ചെയ്യാറ്. ലൈറ്റ് കളേഴ്സ് സ്റ്റുഡിയോ എന്നാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാറ്. സ്റ്റുഡിയോയിലത്തെ നെയിൽ പോളിഷൊക്കെ നമുക്ക് ഭയങ്കര ലോങ് ലാസ്റ്റ്, നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ എപ്പോഴും വാഷിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റുഡിയോ ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. നെയിൽ പോളിഷ് നല്ലൊരു ക്വാളിറ്റി അവർ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരു നോസ് സ്ട്രിപ്പാണ്, ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഹെഡ്സും നോസിൽ നിന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇത് കൺസീലർ കറക്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഒരു 2 years ആയി അത്. പിന്നെ ഇതെൻ്റെ ഒരു ഡയമണ്ട് കളക്ഷനാണ്, ഭീമേന്ന് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ആൻഡ് ഇത് നമ്മുടെ ഡെർമോടോക്കിൻ്റെ നമ്മളെ ഇപ്പോൾ അണ്ടർ ആംസിലൊക്കെ വരുന്ന ബ്ലാക്ക് കളേഴ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈ ഗൈക്കോളിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് 5% ഗൈക്കോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ലതുപോലെ. പിന്നെ ഇത് വീണ്ടും 10% നയാമസിനമൈഡ് സിറം, ഇതില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സിറാണ് കേട്ടോ. ഇതൊരു വേസ്റ്റ് സിറായിരുന്നു, ഒരു യൂസും ഉണ്ടായില്ല, കാശ് വെറുതെ പോയി. ഇതിങ്ങനെ റിവ്യൂ ഒക്കെ കണ്ട് മേടിച്ചതാണ്, പക്ഷേ മെഡിക്യൂബ് അങ്ങനെ എന്തോ, ബട്ട് വേസ്റ്റ് ഓഫ് മണി അങ്ങനെ ഒരു സാധനമാണ്. പക്ഷേ ഞാൻ ഫുൾ യൂസ് ചെയ്യും, പൈസ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് സ്പോഞ്ച്, ഇതൊക്കെ നമുക്കിനി കളയണം, പഴയതായി, അതുകൊണ്ട് നമ്മളത് കളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഹോമിയോ മരുന്ന്, എനിക്ക് അലർജി ഉണ്ട്, അലർജിയുടെ മരുന്നാണ്, ഇതില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു ബോക്സ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഇവിടെ നമുക്കിനി ഇതും കുറച്ച് എന്തൊക്കെയോ ഇങ്ങനെ ബാക്കിൽ മാലയുടെ സ്ട്രിക്സ്, ഇത് ഭീമയിൽ ഞാൻ കുറച്ചുകൂടെ, എൻ്റെ കയ്യിൽ ഡയമണ്ട്സ് കളക്ഷൻസ് ഒരുപാടുണ്ട്, കാരണം എനിക്ക് അങ്ങനത്തെ ചെറിയതാണ് ഇഷ്ടം. അപ്പോൾ അതും എൻ്റെ ഒരു കളക്ഷൻ ബോക്സാണ്. ഇത് നമ്മൾ ഉത്സവത്തിനൊക്കെ ഇപ്പോൾ അങ്ങനെ കാണില്ലേ, അതിങ്ങനെ മുടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ പിന്നിട്ട് നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെ ഇത് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അറിയാത്തതുകൊണ്ടാവും. പക്ഷേ ഇത് വാങ്ങി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതും ഇങ്ങനെ ഒരു ഹെയർ ബണ്ണാണ് കേട്ടോ, ഇതെനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ അമ്മമാർക്കൊക്കെ ഹെയറിൽ ഇങ്ങനെ ബൺ ചെയ്യുന്നവർക്കൊക്കെ പിന്നിൽ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതെന്തായാലും ഒന്ന് മെസ്സി ആയിട്ടിരിക്കുകയാണ്, ഒന്ന് ഈരി വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഭംഗിയിലിരിക്കും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക് പാലറ്റാണ്. ഇത് തെമൂന്ന് വാങ്ങിച്ചതാണ്. എല്ലാം ഒരേ ഷെയ്ഡ്സ് പോലെ തോന്നിയോണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പുതിയൊരു ലിപ് ഷെയ്ഡ്സാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല, ലിപ് ഗ്ലോസി ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. ഇത് മഞ്ജുവാരുടെ മഞ്ജുവാരാവാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. പക്ഷേ എനിക്ക് ആ ലുക്കൊന്നുമില്ല, വാങ്ങിപ്പോയി, അതുകൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് പിന്നിലൊരു ക്ലിപ്പുണ്ട്, അത് വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ മഞ്ജുവാര ഹെയർ വെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്റ്റൈൽ കണ്ട് വാങ്ങിപ്പോയതാണ്. പക്ഷേ ഇതിൻ്റെ ഹെയർ സ്ട്രക്ചർ എൻ്റെ ഹെയർ സ്ട്രക്ചർ സെയിം ആണ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ഫേസ് മസാജ് ഉള്ളൊരു സ്റ്റോണാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ
നെയിൽ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പണ്ട് വാങ്ങിയതൊക്കെ അടിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ അതിൽ കണ്ടപ്പോൾ എടുത്തു വെച്ചു. ഇൻ കേസ് 10 കൈക്കും പറ്റുന്ന, അല്ല 10 കൈക്കല്ല 10 വിരലിനും കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ നെയിൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ 10 കിട്ടുകയാണെങ്കിൽ 10 വിരലിനും വീണ്ടും ചെയ്യാമെന്ന് വെച്ചു. ഇത് വിച്ചിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. SPF 50 ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊരു യൂസ്ലെസ് സാധനമാണ്. ഒരു പ്രൈമറായിരുന്നു. ഇത് പിന്നെ ഫേസ് മസാജറാണ് കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം ഫേസിൽ. വീണ്ടും ഒരു ക്ലിപ്പ് കിട്ടി. പിന്നെ ഇത് നമ്മുടെ മാസിൻ്റെ മാറ്റ് മൗസ് ലിപ്സ്റ്റിക് ഡാർക്ക് റെഡ് കളറാണ്. ഞാൻ ഡാർക്ക് റെഡ് കളറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ലിപ്സ്റ്റിക്ക്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് അടിപൊളിയായിരുന്നു. നയാസിനിമേഡ് തന്നെയാണ് സിറം. ഇത് ഡെർമോക്കോൻ്റെ കോജിക് ആസിഡ് ലിപ് ബാം. വൈറ്റ് അല്ല പിഗ്മെൻറ്റേഷനൊക്കെ പോകുമെന്ന് പറഞ്ഞു. ഇതുവരെ പിഗ്മെൻറ്റേഷൻ ഒന്നും പോയിട്ടില്ല. പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ ഒരു ഫുഡ് ക്രീമാണ്. നല്ല ലഗിന് നല്ലതാണ്. പിന്നെ അതൊരു നെയിൽ പോളിഷാണ്. പിന്നെ ഇതൊരു അടിപൊളി കോമ്പാണ്. എല്ലാ ലേഡീസിൻ്റെയും അതെന്തായാലും വേണം. ഇത് മാസിൻ്റെ എൻ്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ്. പിന്നെ ഇതൊരു ജ്യൂസി ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഭയങ്കര ടിൻറ്റഡ് എഫക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് പിന്നെ 3 ഡേയ്സിന് നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടണ്ട. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി നെയിൽ പോളിഷാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഗ്ലിറ്റർ ടൈപ്പ് അല്ല. അത് സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് അടിപൊളിയാണ്. നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇത് ഫേസ് ബ്രഷാണ്, മേക്കപ്പ് ബ്രഷാണ്. ഇത് വീണ്ടും ഭീമയുടെ ചെറിയൊരു കളക്ഷനാണ്. അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ കുറേ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ എടുത്ത് പറക്കി ക്ലീൻ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു വെറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ അതിനൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ സ്മെല്ലും വരും, ക്ലീനും ആവും. അതുകൊണ്ടാണ് അത് പറക്കിയെടുത്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാം എന്നൊരിതിലാണ് റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലൊന്നും റീഅറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അറിയാലോ. എല്ലാം ബോട്ടിൽസും അതും ഇതൊക്കെയാണ്. സോ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ ഞാൻ ഈവൻ 2 months കൂടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ടൈം ഒരുപാട് ഇതിൽ വേസ്റ്റാകും. അപ്പോൾ ഞാൻ എല്ലാ ബോട്ടിൽസും ഫേസിൻ്റെ ഒരു സെക്ഷൻ, ലിപ്സ്റ്റിക്ക് ഒരു സെക്ഷൻ, ആൻഡ് നമ്മുടെ നെയിൽ പോളിഷ് ഒരു സെക്ഷൻ, അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ എനിക്കിത് ഓക്കെയാണ്. കാരണം എനിക്കറിയാം എന്തൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മോർ വീഡിയോസ് ആർ കമ്മിങ്. താങ്ക് യു.